ഇപ്പോൾ വാസ്തു കാരണം നിങ്ങളുടെ ബന്ധങ്ങൾക്ക് പ്രശ്നമുണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിന് പ്രശ്നമുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നമുണ്ടാവുമോ, ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാവും, ഇതൊക്കെ കോമൺ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് സംഭവിക്കാവുന്നതാണെന്ന് പറയാൻ കാര്യം, വാസ്തുശാസ്ത്രത്തിൽ ഓരോ എലിമെൻസിനും നമ്മൾ പൊസിഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന പൊസിഷനിൽ ഇന്ന മുറിയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റി ഇന്ന സ്ഥലത്തിരുന്ന് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈശാനമാണ്. അപ്പോൾ ഈശാനത്തിൽ നമ്മളൊരു ടോയ്ലറ്റ് വയ്ക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഈശാനത്തിൽ ടോയ്ലറ്റ് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈശാനത്തിൽ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്? ഈശാനം എന്ന് പറയുന്നത് ദൈവികമായ ഒരു സ്ഥാനം. ഈശാനം ദേവതാസ്ഥാനം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ദേവതയുടെ സ്ഥാനത്ത് നമ്മൾ ടോയ്ലറ്റ് വയ്ക്കുമ്പോൾ, പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊന്നും ടോയ്ലറ്റ് വീട്ടിനകത്തൊന്നും കൊടുക്കാറില്ലായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അത് വേറൊരു വശമാണ്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. പക്ഷേ ഈശാനത്തിൽ നമ്മൾ ടോയ്ലറ്റ് വയ്ക്കുമ്പോൾ, ഈശാനം എന്ന് പറയുന്നത് നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗം, നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് ഈശാനം. അപ്പം നോർത്ത് ഭാഗം എന്ന് പറയുന്ന കുബേരൻ്റെ സ്ഥാനമാണ്. അപ്പോൾ നോർത്ത് ഭാഗത്തോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ഒരു ടോയ്ലറ്റ് വന്നാലുള്ള ഫസ്റ്റ് അവസ്ഥയെന്ന് പറയുന്നത്, അവിടെ ടോയ്ലറ്റിൽ എന്താ സംഭവിക്കുന്ന ആക്ടിവിറ്റി? ഫ്ലഷിങ് ഔട്ട്, പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ ബ്ലോക്കിംഗ്, നോർത്ത് ഈസ്റ്റിലേക്കുള്ള പോസിറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് തള്ളുന്ന ഒരവസ്ഥ, പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ വരും. അല്ലെങ്കിൽ നമ്മൾ കുളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെയാണ് നമ്മൾ പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഒരു കോണിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഈശാന കോണ് അല്ലെങ്കിൽ നോർത്ത് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, നോർത്ത് ഭാഗത്ത് വരുന്നതും നിങ്ങളുടെ എടുത്ത് പറയുകയാണ്. ഈശാന കോണിൽ മാത്രം കാര്യമില്ല, ഈശാന കോണിലേക്കുള്ളൊരു ഡേഞ്ചറിനെ പറ്റി ഞാൻ പറയാം. അപ്പം നോർത്ത് ഭാഗത്തും നോർത്ത് ഈസ്റ്റ് ഭാഗത്തും ഇത്തരത്തിലൊരു പ്രശ്നം വന്നാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒരുപാട് കേസ് ടു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായിട്ട് കുബേരസ്ഥാനത്തിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നാൽ എന്ത് സംഭവിക്കും? കുബേരന് നെഗറ്റീവായിട്ട് നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ കുബേരസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്ന ലോർഡ് കുബേര എന്ന് പറയുന്ന ധനത്തിൻ്റെ ദേവനായതുകൊണ്ട് തന്നെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ധനം നമ്മളിലേക്ക് വരുന്നൊരവസ്ഥ അവിടെ കുറയും. ഒന്ന്. രണ്ടാമത്, നോർത്ത് ഈസ്റ്റ് ദേവതാസ്ഥാനമായ അവിടെ മലിനപ്പെടുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ടും ആരോഗ്യം എന്ന് പറയുന്ന വിഷയം പ്രശ്നമാവും. ഈ രണ്ട് കേസും നമുക്ക് ഈ നോർത്ത് ഈസ്റ്റ് ടോയ്ലറ്റ് വരുമ്പോഴത്തേക്കും സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും നോർത്ത് ഈസ്റ്റിൻ്റെ ടോയ്ലറ്റിൻ്റെ ദോഷം എന്ന ആംഗിളിൽ നമ്മൾ പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹെൽത്തിനെയും വെൽത്തിനെയൊക്കെ വാസ്തു ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ ഒരു സ്ഥാനത്ത് എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഈ സ്ഥാനങ്ങൾ തന്നെ തെറ്റാണെന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. കാര്യം അങ്ങനെ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഒരു ദിക്ക്, അല്ലെങ്കിൽ ഒരു ദിശ എന്നൊന്നുമില്ല, അത് ഏതും ഒരുപോലെ കാണണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്തരം ആൾക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, വാസ്തുശാസ്ത്രം റെഫർ ചെയ്യുന്നത് സൂര്യൻ്റെ പൊസിഷനാണെങ്കിൽ, സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് വീട്ടിലേക്ക് പ്രകാശം കടന്ന് നാച്ചുറൽ ലൈറ്റ്, വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റ് ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ ഇൻ ദ ഹൗസ് എന്നാണ് പറയുന്നത്. അത് നമുക്കിപ്പോൾ AC ഉള്ളൊരു കാലഘട്ടത്തിൽ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ ഉത്തരമില്ല. കാര്യം AC നമ്മുടെ കംഫർട്ടിന് വേണ്ടി നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കിപ്പോൾ പറയാൻ പറ്റും, ചിലപ്പോൾ പ്രകൃതിയുടെ ചില കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. നമ്മുടെ കൊറോണ വരുന്ന സമയത്തൊരു വൈറസ് ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ നമ്മൾ ഇത്രയും ടെക്നോളജിക്കലി അല്ലെങ്കിൽ മെഡിക്കലി ഒക്കെ നമ്മൾ വളരെ മുന്നതിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ പോലും ലോകം മൊത്തം അടിയറ പറയുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ പ്രകൃതിയുടെ ശക്തി എന്ന് പറയുന്നത് നെഗറ്റീവായാൽ അത് ചെന്നെത്തിക്കുന്നത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലായിരിക്കില്ല കാര്യങ്ങൾ. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയാറില്ലേ. നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിൽ ഫോഴ്സുകൾ മാറുന്ന അവസ്ഥയും നിങ്ങൾ നിയർ ബൈ ഫ്യൂച്ചറിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. നിയർ ബൈ ഫ്യൂച്ചറിൽ സംഭവിച്ച കാര്യമാണത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് പോലൊരു വിഡിത്തം വേറെ ഇല്ല. പ്രത്യേകിച്ച് പ്രകൃതിയോട് നമ്മൾ മല്ലിട്ട് നിൽക്കാനൊന്നും പണ്ട് മുതലേ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, പ്രകൃതിയോട് മല്ലിട്ട് നിൽക്കാനാണ് വീട് പോലും ഉണ്ടാക്കി തുടങ്ങിയത്. കാര്യം സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്നുള്ള ആസ്പെക്റ്റ്, ഒരു കംഫർട്ട് എന്നുള്ളൊരു ആസ്പെക്റ്റ്, ഇതെല്ലാം കണക്കിലെടുത്താണ് നമ്മൾ
വീഴുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ മല്ലിടുന്ന സമയത്ത് പ്രകൃതിയുടെ താളം തെറ്റാതെ, പ്രകൃതിയുടെ ഒരു ജിയാമതി അല്ലെങ്കിൽ ജോമെട്രി അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു ടൈമിങ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 4 മണിപ്പൂവിൻ്റെ കാര്യം പറഞ്ഞു. 4 മണിപ്പൂ കൃത്യമായ ഒരു 4 മണിക്ക് തന്നെ എങ്ങനെ വിടരുന്നു എന്ന് ചോദിച്ചാൽ സമയം ഒരു സംഭവം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സമയം നമ്മളുണ്ടാക്കിയതാണ്. അതുകൊണ്ട് 4 മണിയെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ കൃത്യമായ ആ 4 മണി. അതുപോലെ സീസൺസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പം മാമ്പഴക്കാലം സംഭവിക്കുന്നത്. മാമ്പഴക്കാലം എന്തുകൊണ്ട് ഈ പറഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷം അങ്ങോട്ട് തുടങ്ങി പൂത്ത് ഏപ്രിൽ മാസങ്ങൾ കൃത്യമായിട്ട് വരുന്നു. അപ്പോൾ കലണ്ടർ ഉണ്ടായത് അതിന് ശേഷമാണ്. അതുകൊണ്ട് മാമ്പഴക്കാലം കൃത്യമായി റിപ്പീറ്റ് ചെയ്യില്ല ഇന്ന സ്ഥലത്ത്. പക്ഷേ ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? കാലാവസ്ഥകൾ പോലും മാറുന്നു. ഇപ്പം നമുക്കിപ്പോൾ മൺസൂൺ സീസൺ നമ്മൾ കൃത്യമായിട്ട് ഇടവപ്പാതി പോലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇടവപ്പാതി നേരത്തെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് പ്രകൃതിക്ക് അല്ലെങ്കിൽ നാച്ചുറൽ ഫോഴ്സുകളെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പണ്ടൊക്കെ ആളുകൾ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ, അപ്പോൾ അല്ലെങ്കിൽ പ്രകൃതിയുമായി സമരസപ്പെട്ട് ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും തരണം ചെയ്യാൻ. അന്നും ഇപ്പോൾ ഈ പറഞ്ഞ പകർച്ചവാദിയും കാര്യങ്ങളൊക്കെ അന്നുമൊക്കെ ഉണ്ടായിരുന്നു. ഇത് എല്ലാ കാലത്തും മനുഷ്യനെല്ലാം ഫൈറ്റിങ്ങാണ് ഇത്തരം കാര്യങ്ങളിലോട്. നമ്മളീ പറയുന്നത് വെച്ചാൽ ഈ വാസ്തുശാസ്ത്രം നിങ്ങളുടെ ഹെൽത്തിന്, ഞാൻ ആ ചോദ്യം അങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹെൽത്തിനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിക്കും, വെൽത്തിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കും. അപ്പോൾ അത് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്തും വെൽത്തും നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ റിലേഷൻ വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു വീട്ടിൽ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കുന്നു. ആ സ്പേസിൽ നമ്മളിപ്പം 2 സ്ഥലത്ത് ജനിച്ച് വളർന്ന 2 രീതിയിൽ 2 വീടുകളിൽ ജനിച്ച് വളർന്ന ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് വന്ന് താമസിക്കുന്നൊരവസ്ഥ വരുന്നു. വിവാഹം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നു വെച്ചോളൂ. അപ്പം അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹാർമണിയുണ്ട്. ആ ഹാർമണി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സും മറ്റേ ആളുടെ തോട്ട് പ്രോസസ്സും തമ്മിൽ അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരും, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടി വരും, പരസ്പരം മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന പ്രോസസ്സ്, ഇപ്പം ഇത് വ്യക്തിബന്ധങ്ങളിലെല്ലാം ഇത്തരം പ്രോസസ്സുകൾ ഹിഡനാണ്. വ്യക്തിബന്ധങ്ങളിലെല്ലാം നമ്മൾ ആ പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ്, അത് ഒരു മനുഷ്യൻ എങ്ങനെ അവൻ്റെ നോളജ് ആർജിക്കുന്നു എന്ന് വെച്ചിട്ട് ആണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കില്ല, പ്രകൃതിയിലൊരു നോളജ് സെൻറ്ററുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ സെൻസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ആ സെൻസ് ചെയ്ത് അറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ആ അറിവ് ദൈവമായിട്ട് തരുന്നു എന്ന് നമ്മൾ പറയും. അത് മൃഗങ്ങളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ആരും ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. പല കാര്യങ്ങളും അത് ചെയ്യുന്നത് പ്രകൃതിയുമായിട്ട്, അത് ആ ഒരു നോളജ് സെൻറ്ററിൽ നിന്ന് നോളജ് ആക്ച്വലി കിട്ടുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആ നോളജ് സെൻറ്റർ മറന്നുപോയി. അത് മറന്നിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗാഡ്ജറ്റ്സിനെയും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി. ഇപ്പോൾ ഒരു കാലഘട്ടം പറഞ്ഞ് ഞാനൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ലൈബ്രറിയിൽ കുത്തിയിരുന്ന് ബുക്കുകൾ, ഇപ്പോൾ വേറൊരാൾ പരീക്ഷ സമയമാണെങ്കിൽ വേറൊരാൾ ബുക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ആളെടുത്ത് തിരിച്ചുകൊണ്ട് വയ്ക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും ബുക്കിന് വേണ്ടിയിട്ട്. അപ്പം അത്തരത്തിലുള്ള കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ നിമിഷം നമ്മുടെ ഫിംഗർ ടിപ്സിൽ എന്ത് നോളജും കിട്ടുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു, ടെക്നോളജി വളർന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻഫർമേഷൻ ഓവർലോഡ് ആവുന്നു. എന്ത് ഇൻഫർമേഷനാണ് നമ്മളിലേക്ക് കൊടുക്കുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ടോട്ടലി നേച്ചറിൻ്റെ പ്രിൻസിപ്പിൾസുമായി ബ്ലെൻഡ് ചെയ്ത് പോകണമെന്ന് ഞാൻ പറയുമ്പോൾ, നേച്ചർ എന്താണെന്ന് അറിയുന്ന ഒരാളിന് മാത്രം, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇതായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരാളിന് മാത്രമേ വാസ്തുശാസ്ത്രം മനസ്സിലാവുകയുള്ളൂ. ഇതിനൊരു പേടിയിൽ ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ എനിക്കിതൊക്കെ സംഭവിക്കുമ്പോൾ, എനിക്ക് ചില ആൾക്കാരുണ്ട് കൺസൾട്ടിങ്ങിനൊക്കെ വന്നിട്ട് അവർ നമ്മളിതിൽ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം ഒരു 10 നിർദ്ദേശം കൊടുത്തു എന്ന് വെച്ചോളൂ. 10 കാര്യങ്ങളും അവർ ചെയ്യാൻ തുടങ്ങും. 10 കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വിളിച്ച് ചോദിക്കും. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ചെയ്തു, ഇനിയും എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇവർക്ക് തൃപ്തി വരുന്നില്ല. ഇത് ചെയ്ത് തീർന്ന ഈ പ്രശ്നങ്ങൾ മാറി എന്ന അവസ്ഥ വരട്ടെ. ഞാനപ്പോൾ ഒരാൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയുമായിരുന്നു, അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തൂ. ഒരു ചേഞ്ച് ഞാൻ റെക്കമെൻഡ് ചെയ്തു, ആ 10 ചേഞ്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, പിന്നെയും നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് പോവാതെ പണി നിർത്തി വീടിനെ പ്രകൃതിക്ക് സമർപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ പാല് കാച്ചെന്ന് പറഞ്ഞാൽ ചടങ്ങിൽ എന്താ നടക്കുന്നത്? വീടിനെ പ്രകൃതിയിലേക്ക് സമർപ്പിക്കുകയാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ ലൈഫിനെ കംഫർട്ടബിൾ ലൈഫിലേക്ക് നമ്മൾ വരാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീടിനെ പ്രകൃതിയിലേക്ക്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ സമയത്ത് പല ഇഷ്യൂസ് ഉണ്ടാകും. നമ്മളതെല്ലാം ചെയ്ത് ഒരു സ്പേസ് ഡിഫൈൻ ചെയ്ത് അതിന് പാല് കാച്ചി സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ സമർപ്പണം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ആ ബെനിഫിറ്റ് പിന്നെയാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെ അനുവദിക്കണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? ചില ആളുകളുണ്ട് പണി ഒരിക്കലും നിർത്തില്ല വീട്ടിൽ. ഇപ്പോൾ ഒരു വീട് വയ്ക്കും, അത് പൈസ ഉള്ളതുകൊണ്ട് മാത്രമല്ല, ചിലർക്കൊരു മാനസികമായിട്ട് എപ്പോഴും കൺസ്ട്രക്ഷൻ ചെയ്തില്ലെങ്കിൽ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്.
വീട്ടിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റാം, ചുമ്മാ ഇരിക്കുമ്പോൾ ഒരിടത്ത് നിന്ന് അതിന് ശരി ഇവിടെ നിന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റാം, ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇൻറ്റീരിയർ മാറ്റും, അല്ലെങ്കിൽ ടൈൽസ് മാറ്റും, അല്ലെങ്കിൽ ടോയ്ലറ്റ് മാറ്റും, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ തോട്ടൊക്കെ ഇങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ വാസ്തുശാസ്ത്രത്തിൽ ആ രഹസ്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വീടിൻ്റെ പണി തീരാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ള കാരണം കൃത്യമായി വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മരണച്ചുറ്റെന്നും വാർദ്ധക്യാവസ്ഥ എന്നൊക്കെ വീടിന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഒരിക്കലും പണി തീരാത്ത ചില വീടുകളെ ശ്രദ്ധിച്ചാൽ അറിയാം അത് മരണച്ചുറ്റിലായിരിക്കും, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലായിരിക്കും. ഒരിക്കലും ഡിമാൻഡിങ് ദ മെയിൻ്റനൻസ്, അല്ലെങ്കിൽ ഡിമാൻഡിങ് ന്യൂ വർക്ക്, അല്ലെങ്കിൽ അഡീഷൻസ്, ഡിമോളിഷൻ, ഡിലീഷൻസ്, കട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ടാണ്. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ നമ്മുടെ വാസ്തുശാസ്ത്രത്തിനെ ബാധിക്കുന്നു, അല്ല നമ്മുടെ ലൈഫിനെ വാസ്തുശാസ്ത്രം ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഹെൽത്തും വെൽത്തും അതുപോലെ റിലേഷൻഷിപ്പിനെ എല്ലാം വാസ്തുശാസ്ത്രം ബാധിക്കും.